ഇപ്പോൾ ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഹമാസിനോട്. അതായത് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഉടൻ അംഗീകരിക്കണം, ഇത് ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ പ്രത്യാഘാതം ഭീകരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ജെറുസലേമിലൊക്കെ ഒറ്റപ്പെട്ട വലിയ ഭീകരാക്രമണങ്ങൾ പോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ ഹമാസിന് ഇത്രയും കാലം പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് പിന്നാക്കം പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കോസിന് വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. ആ കോസിന് വേണ്ടി അവർ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ആ ജനത അവർക്കൊപ്പം നിൽക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് പിൻവാങ്ങുക എളുപ്പമല്ല. അതേസമയം ഇസ്രായേലിന് മേൽ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഈ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ചുമത്തുന്നു. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡിനോട് ഈ ഫലസ്തീൻ കോസിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ പോലും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അതെ അതെ. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വെടിനിർത്തൽ കരാറിനായി ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച നിർദ്ദേശം ഹമാസ് അപ്പടി അംഗീകരിച്ചു. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അവിടെയുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് മുഴുവൻ നേതൃത്വം നൽകുന്നത് ഖത്തറും ഈജിപ്തുമാണ്. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യം അവിടെ ഉണ്ടായി. അതിലാണ് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ സംഘർഷാത്മകമായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ നേതൃത്വത്തിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സികളും രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഷിയ സഖ്യം വളരെ ശക്തമായിരുന്നു. അതിൽ ഇറാനുണ്ട്, സിറിയ, ഇറാഖ്, ഈ 3 രാജ്യങ്ങളുണ്ട്. പിന്നെ ഹൂത്തികളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്. പിന്നെ ഇവരെല്ലാം പിന്തുണയ്ക്കുന്ന സൂപ്പർ പവർ റഷ്യയുണ്ട്. റഷ്യയുടെ പൂർണ്ണമായ പിന്തുണ, റഷ്യയുടെ ഒരു സാമന്ത രാജ്യമാണ് സിറിയ. ബാഷർ അൽ അസദ് എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു സാമന്തനാണ്. അപ്പം റഷ്യയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. റഷ്യയുടെ നേരിട്ടുള്ള സൈനിക സാന്നിധ്യം ബാഷർ അൽ അസദിൻ്റെ സിറിയയിലുണ്ട്. അവിടെ ഈ ഫ്രീ സിറിയ ആർമിയുടെ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തെ തടയാൻ കാർപ്പറ്റ് ബോംബിംഗ് നടത്തിയ ആളാണ് പുടിൻ. അതുപോലെ ഇറാനുമായിട്ടും തന്ത്രപരമായ സഹകരണമുണ്ട്. ഇറാനെ റഷ്യ സഹായിക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ തിരിച്ചും സഹായിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആകെ മാറി. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ വളരെ ശക്തമായി നിന്ന ഈ ഷിയ സഖ്യത്തിനെതിരെ അറബ് സുന്നി സഖ്യം അബ്രഹാമിക അക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താനാണ് ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് ശ്രമിച്ചത്. ഇന്ത്യക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് അറബി രാജ്യങ്ങൾ, അറബികളും ജൂതന്മാരും വംശീയമായി ഒരു ജനതയാണ്, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ്. അതുകൊണ്ടാണ് ആ അക്കോർഡിന് അബ്രഹാമിക് അക്കോർഡ് എന്ന് തന്നെ പേരിട്ടത്. അപ്പോൾ അങ്ങനെ സൗദി അറേബ്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നു, UAE സമ്പൂർണ്ണമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു, ബഹ്റൈനുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനുമായിട്ടും ഒക്കെ, മൊറോക്കോയുമായിട്ട് നയതന്ത്ര ബന്ധം. ആ രൂപത്തിൽ അബ്രഹാമിക് അക്കോർഡ് ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. അപ്പോൾ ഈ ഷിയ സഖ്യത്തെ തകർക്കുക എന്നുള്ളത് അമേരിക്ക ഇസ്രായേലിൻ്റെ താല്പര്യമായിരുന്നു. അതിൽ ഈ അറബ് സുന്നി രാജ്യങ്ങൾ ഷിയ സഖ്യത്തിനെതിരെ എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രാഥമികമായ ഒരു ലൈൻ. അവിടുന്ന് അപ്പുറത്തേക്ക് സുന്നി ഐക്യം ഷിയാക്കൾക്കെതിരെ എന്ന നിലയ്ക്ക് മാറ്റാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അവിടെയാണ് വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുകയും അമേരിക്കയുടെ ഈ സാമ്പത്തിക സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കെതിരായി പലപ്പോഴും ശബ്ദിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ച രാജ്യങ്ങളാണ് ഖത്തറും ടർക്കിയെയും ഒരു പരിധിവരെ. അവിടെ ഖത്തർ, ഇറാൻ, ടർക്കിയെ അച്ചുതണ്ട് തന്നെ രൂപപ്പെട്ടിരുന്നു. ശരിക്കും ദശരാജ്യ യുദ്ധമെല്ലാം വരാനുള്ളൊരു കാരണം അതാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ. താങ്കൾക്ക് ഓർമ്മയുണ്ട്, നമ്മളത് പലതവണ സംസാരിച്ചത്. അപ്പോൾ അറബി രാജ്യമായ ഖത്തറും ഷിയ നോൺ അറബ് രാജ്യമായ ഇറാനും തുർക്കി സുന്നി രാജ്യമായ നോൺ അറബാണ് രാജ്യമായ തുർക്കിയും ഒരു ബന്ധത്തിൽ വരികയാണ്. ഇവരുടെ ബ്രോഡായിട്ടുള്ള പിന്തുണ ഈ ഷിയ സഖ്യത്തിനുണ്ടായിരുന്നു. ഹൂത്തികൾക്ക് അവർ പിന്തുണ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും ഹമാസിനും പിന്തുണ കൊടുക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഈ സഖ്യത്തിൽ നിന്ന് ഈ ഖത്തറിനെയും ടർക്കിയെയും അടക്കം ഈ വിശാല സുന്നി സഖ്യത്തിലേക്ക് കണ്ണു ചേർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ആ പ്രക്രിയയിൽ
ഏറ്റവും തന്ത്രപരമായിട്ടുള്ള നീക്കം അമേരിക്ക നടത്തിയത് പാകിസ്ഥാൻ്റെ കാര്യത്തിലാണ്. പാകിസ്ഥാനെ ഇതിലേക്ക് ചേർക്കാൻ കഴിയും. അപ്പോൾ വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ഈ ഷിയ സഖ്യത്തിനെതിരായി ടർക്കിയെയും പാകിസ്ഥാനും അടങ്ങുന്ന നോൺ അറബ് രാജ്യങ്ങളായ ടർക്കിയെയും പാകിസ്ഥാനെയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു വിശാല സുന്നി സഖ്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ തന്ത്രം. അത് സമ്പൂർണ്ണമായി വിജയിച്ചു. അത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് അത് പ്രാധാന്യം ഉള്ളതായിരുന്നു. ഈ ഒരു സഖ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചാൽ കാണാം, ഓപ്പറേഷൻ സിന്ദൂർ എല്ലാം ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ ഇന്ത്യക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് അത്താഴം കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ അത് ചെയ്യാറില്ല. ഒരു പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കാണ് കൊടുക്കുക. ഒരു സൈനിക മേധാവി, അയാൾക്ക് ഫീൽഡ് മാർഷൽ പദവിയും അവിടുത്തെ സിവിലിയൻ ഭരണകൂടം കൊടുത്തു. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിട്ട് ഞങ്ങൾ കാണുന്നത് അസീം മുനീറിനെയാണ് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. അതുവഴി ഈ സഖ്യത്തിലേക്ക് അമേരിക്ക പാകിസ്ഥാനെ ചേർത്തു. ചൈനയുടെ നയമാറ്റം ഉണ്ടാകാനുള്ള കാരണം അതാണ്. ഈ പാകിസ്ഥാൻ വീണ്ടും അമേരിക്കൻ പക്ഷത്തേക്ക് ചാഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സംയുക്ത പ്രസ്താവനയിൽ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒപ്പുവെക്കുന്നത്. അതാണ് പോയിന്റ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി അല്ല. കാരണം അത് പാകിസ്ഥാനെ അങ്ങോട്ട് പിടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു. അത് അമേരിക്കയുടെ അല്ല, ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിൻ്റെ തന്ത്രപരമായ നീക്കമായിരുന്നു. കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് അവിടെ. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷിയ സഖ്യത്തിനും ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ എതിരായിട്ട് പാകിസ്ഥാനെ അവരുടെ പക്ഷത്ത് കിട്ടുകയാണ്. ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമാണ് ചൈനയുടെ ഏറ്റവും ട്രസ്റ്റഡ് അലൈ ആയി മാറിയിരിക്കുന്ന പാകിസ്ഥാനെ ഈ ചൈനയുടെ പിടിയിൽ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ഇതെല്ലാം വരികയാണ്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെ തന്നെ അമേരിക്കയിലെ സൈനിക നേതൃത്വത്തെ കയ്യിൽ എടുത്തുകൊണ്ട് അവിടുത്തെ പാകിസ്ഥാൻ അഫയേഴ്സിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ട്രംപിന് സാധിച്ചു. അതിൻ്റെ കൊളാട്രൽ ഡാമേജാണ് ഇന്ത്യക്ക് സംഭവിച്ചത്. അപ്പോൾ ഇത് മുൻകൂട്ടി ഇന്ത്യക്ക് അറിയാമായിരുന്നു ഈ മാറ്റം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ 2024 തുടങ്ങി തന്നെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കസാൻ ഉച്ചകോടിയിൽ, ബ്രിക്സയുടെ കസാൻ ഉച്ചകോടി ഉണ്ടല്ലോ റഷ്യയിൽ ചേർന്ന്, ബ്രിക്സ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ തന്നെ ചൈനയുമായിട്ടും ഉള്ള സൗഹൃദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വച്ചിരുന്നു. കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം അധികം കാലം മുന്നോട്ട് പോകില്ല, അത് സംഘർഷാത്മകമായി തീരും എന്ന തിരിച്ചറിവ് 2024 തന്നെ ഇന്ത്യക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ട്രംപിൻ്റെ രണ്ടാം വരവും അദ്ദേഹത്തിൻ്റെ ഫ്രീഡം താരിഫിൻ്റെ പ്രഖ്യാപനവും അതേ തുടർന്ന് ഈ പകരച്ചുങ്കവും ശിക്ഷാ ചുങ്കവും ഏർപ്പെടുത്തിയതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ചൈന ബന്ധങ്ങൾ സമീപകാലത്ത് പുഷ്ടിപ്പെട്ടത് എന്നൊക്കെയുള്ള വാദം യഥാർത്ഥത്തിൽ ശരിയല്ല. 2024 തന്നെ ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വെസ്റ്റ് ഏഷ്യൻ പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പം ഈ ഘടകങ്ങളെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ ഈ ഫലസ്തീൻ വിഷയത്തെ കാണാൻ. ഇവിടെ ഈ സൂപ്പർ പവേഴ്സിൻ്റെ വൻശക്തി രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന ഒരു ജനതയാണ് കാണുന്നത്. അവിടെ ഈ ഫലസ്തീനിലെ ഗസയിലെ 23 ലക്ഷം വരുന്ന മനുഷ്യരുടെ ജീവിതവും അതിജീവനവും ഒന്നും അവരുടെ സഹോദരങ്ങളായ അറബ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ, റഷ്യ, ചൈന, അമേരിക്ക ഈ വൻശക്തി രാജ്യങ്ങൾക്കോ ഒന്നും വിഷയമല്ല. പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാമുള്ള സാധാരണ മനുഷ്യർ, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യർ ഫലസ്തീനികൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നുണ്ട്. അത് അമേരിക്കയിൽ പ്രകടനം നടക്കുന്നുണ്ട്, യൂറോപ്പിൽ നടക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും മനുഷ്യാവകാശ പ്രവർത്തകരും സാധാരണ മനുഷ്യരും യുദ്ധവിരുദ്ധ പോരാളികളും ആഗോളവൽക്കരണ വിരുദ്ധരുമായിട്ടുള്ള പ്രോ സോഷ്യലിസ്റ്റ് നിലപാടെടുക്കുന്നവർ, അങ്ങനെ വലിയ ജനസഞ്ചയം ഈ ഫലസ്തീനിൽ നടക്കുന്ന, നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന നരമേധത്തിനെതിരെ അണിനിരക്കുന്നുണ്ട്. പക്ഷേ ഈ വൻശക്തി രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളോ
അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ നോൺ അറബ് മുസ്ലിം രാജ്യങ്ങളോ ഒന്നും അവരുടെ രാഷ്ട്ര താല്പര്യത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. നേരത്തെ ഒരുപക്ഷെ ഇടപെട്ടിരുന്നതിൻ്റെ 100% പോലും ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി അവരുടെ മുന്നിൽ ഒരു അനുഭവം ഉള്ളതുണ്ട്, അതാണ് ഇറാൻ. അങ്ങനെ ഇടപെട്ട് ഇരുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ ഇപ്പോൾ എന്തായി? പൂർണ്ണമായും മ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇനി അവർ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ എത്രയോ ചിലപ്പം ദശാബ്ദങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഇറാൻ്റെ അനുഭവം മുന്നിലുണ്ട്. ഇപ്പം ഈജിപ്തും ഖത്തറുമൊക്കെ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ശക്തമായ നിലപാടെടുക്കാത്തത്? അത്തരം നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ അവസ്ഥ തന്നെ ആ രാജ്യങ്ങൾക്കും ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇറാൻ ഒരു പാഠവും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ രാജ്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയും എന്തുകൊണ്ട് സൗദി അറേബ്യ ഇതിൽ ഇടപെടുന്നില്ല, അല്ല ഈ രാജ്യങ്ങൾക്ക്. പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്ലോബൽ ഈ പവർ അതന്നെ, ആ പവർ ഇക്വേഷൻസ് അങ്ങനെയാണ്. അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിജീവിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ആഭ്യന്തരമായ വിഷയങ്ങളുണ്ട്, അതോടൊപ്പം അന്താരാഷ്ട്ര ബന്ധങ്ങളിലുള്ള വിഷയങ്ങളുമുണ്ട്. ഇതെല്ലാം വളരെ ഇൻ്റഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഇക്കണോമിയാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയൊക്കെ ഇക്കണോമി. അത് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടും ഏറെക്കുറെ പൂർണ്ണമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായിട്ടൊരു നിലപാട് അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചീട്ടുകൊട്ടാരം പോലെ തകരും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ശക്തമായ നിലപാടൊന്നും സ്വീകരിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല. ഇനി റഷ്യ ആണെങ്കിൽ പോലും അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പം ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനെ സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുടിൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, 20 ലക്ഷം റഷ്യൻ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരാണ് ഇസ്രായേലിലുള്ളത്. റഷ്യൻ ജ്യൂസ് ഉണ്ട്. അവർ സഹസ്രാബ്ദങ്ങളായിട്ട് റഷ്യയിൽ താമസിച്ചവരാണ്. അവരെല്ലാം എല്ലാ അർത്ഥത്തിലും കൾച്ചറലി റഷ്യക്കാരാണ്. അപ്പം ഈ 20 ലക്ഷം റഷ്യൻ സംസാരിക്കുന്ന ജൂതന്മാരുള്ള ഇസ്രായേലിനെതിരായിട്ട് റഷ്യ ഒരു സൈനിക നീക്കം നടത്തില്ല എന്ന് പുടിൻ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് കരുത്ത് നൽകുന്നത് ഈ മനുഷ്യൻ എന്നുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരായിട്ടുള്ള അവസാനത്തെ ആത്മബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധം നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിൽ ലോകത്തിലെ ജനത എത്തിപ്പെട്ട് നിൽക്കുകയാണ്.